പൂത്ത ഇലപ്പനോ അകലെ, പുഴുകളോ മണ്ടരിയോ കളകളിൽ നിന്ന് അകലെ, വാനില ചെടിയേ വാനില ചെടിയേ വാനില ചെടിയേ വാനോളം വളര്, വാനില ചെടിയേ വാനോളം വളര്. അസൈൻമെന്റ് എഴുതിയോ? ഏത് അസൈൻമെന്റ്? നീ ഒന്നും എഴുതിയില്ലേ? നീ എഴുതിയോ? ഞാൻ എഴുതിയില്ല. അതല്ല അവിടെ പക്ഷെ പഴുത്ത വാങ്ങിയാടി ഇതൊക്കെയാണ് നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ നിന്റെ പ്രശ്നം എന്താ? നീ അസൈൻമെന്റ് വെച്ചാ അതാ ഞങ്ങളുടെ പ്രശ്നം. അതെ, നീ കട്ടപ്പയാണ്. പിന്നെ നിങ്ങളൊക്കെ എന്തിനാ നഴ്സിംഗ് എടുത്ത്? ഞാനാ അതൊരു ഓളത്തിന്. ഞാനൊരു ട്രെൻഡിന് എടുത്തായിരുന്നു, ഇപ്പൊ ട്രെൻഡിന് പോയി. അല്ല നീ എന്തിനാ നഴ്സിംഗ് എടുത്തേ? ഞാൻ നഴ്സാവാൻ. ഞങ്ങളൊക്കെ നഴ്സിംഗ് എടുത്തിട്ടേ കിളക്കണേ പോയി. എല്ലടി, എന്റെ അമ്മ 2018 പ്രളയത്തിന്റെ സമയത്താ അനീനെ പ്രഗ്നന്റ് ആയത്. അതിനിപ്പോ എന്താ? അത് ക്യൂട്ടല്ലേ? ക്യൂട്ടൊക്കെ തന്നെയാ, പക്ഷെ ആ ക്യൂട്ടാവാൻ കാരണം ഒരു നഴ്സാ. അതൊരു കഥയൊക്കെ ഉണ്ട്. മാങ്ങ ഇല്ലെങ്കിൽ ആ കഥ പറയോ? അമ്മ മീനുകൾക്ക് തീറ്റ കൊടുത്താ? ഇവിടെ മീനിന്റെ കാര്യം അന്വേഷിക്കാൻ നേരമുള്ളൂ. ഞാൻ കഴിച്ചെന്ന് ചോദിക്കാൻ ഇവിടെ ആരുമില്ല. അപ്പനും മോളും എല്ലാം നോക്കാം. ഞാൻ നോക്കണെങ്കിൽ എന്താ, അമ്മയെ നോക്കാൻ അപ്പനില്ലേ? ഇപ്പൊ വരും സാധനമായിട്ട്. അത് എനിക്കുള്ളതല്ല അമ്മയ്ക്കുള്ളതല്ലേ? അതൊക്കെ ആരാ കഴിക്കാറ്? നീ തന്നെയല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ വാവ എന്നാ ഇതേ സ്നേഹം അതേപോലെ തന്നെ ഉണ്ടാവണം കേട്ടോ. ഇത്ര നേരമായിട്ടും കുളിച്ചിട്ടില്ലല്ലേ നീ? പോ കുളിച്ചേ, പോ. ശ്രീധരൻ ചേരുന്നുണ്ട്. അനൂപ്, എന്താണ് ആറന്മുളയിലെ സാഹചര്യം? ഈ ഡാം തുറന്നുവിട്ടൊരു സാഹചര്യത്തിൽ വെള്ളം സാഹചര്യം, ഈ അവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കുക അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം, കൂടുതൽ പ്രവർത്തനങ്ങൾ ആ രീതിയിലും പുരോഗമിക്കുന്നുണ്ടോ? വലിയ തോതിലുള്ള മഴയാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റോഡുകൾ എല്ലാം ന്യൂസ് മൊത്തം അത് തന്നെ കാണിക്കുന്നത്. എനിക്കാണെങ്കിൽ ടെൻഷൻ ആവാ. ഡേറ്റ് അടുത്ത ആഴ്ചയല്ലേ പറഞ്ഞേക്കുന്നത്? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ള ഞങ്ങൾക്കില്ലേ കൂടെ, ഞാനും മോളൊക്കെ ഇല്ലല്ലോ, പിന്നെ എന്താ പ്രശ്നം? എനിക്കൊരു ടെൻഷൻ. ആർക്കവിടെ ടെൻഷൻ? വേറെ ആർക്കാ? നിന്റെ അമ്മയ്ക്ക് തന്നെ. വലിയ മഴയാണ്, സാങ്കേതിക തടസ്സങ്ങളും കൊണ്ടുമിരിക്കുന്നു. നീ ഇതുവരെ കുളിച്ചില്ലല്ലേ? മതി മതി, എന്റെ പേര് കുളിക്കാതിരിക്കണ്ട. പോയപ്പോഴേ പോയി കുളിച്ചിട്ട് വരാം. അയ്യോ അമ്മേ. മോളെ, മോളെ അമ്മയെ വിളിക്കണം കേട്ടോ. ഹലോ ചേട്ടാ. പെട്ടെന്ന് വീട്ടിലോട്ടൊന്ന് വരാമോ? വൈഫിന് പെയിൻ ആയിട്ട് ഇരിക്കുമായിരുന്നു. ഓക്കെ കേട്ടോ. അറിയില്ല.
വിഷമിക്കല്ലേ? വിഷമിക്കല്ലേ? എനിക്ക് പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. എന്തുപറ്റി? ചേട്ടാ വേഗം വീൽ ചെയർ എടുക്കും. ഹലോ, കാഷ്വാലിറ്റിയിലാണ്. എമർജൻസി ആയിട്ടൊരു പേഷ്യന്റ് വന്നിട്ടുണ്ട്. ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. ചേച്ചി, എന്തോ? നമുക്കൊരു എമർജൻസി കേസ് വന്നിട്ടുണ്ട്. ഡ്യൂട്ടി ഡോക്ടറെ വിളിച്ചില്ലേ എന്നിട്ട്? ചേച്ചി, ഡ്യൂട്ടി ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ല. നിക്ക്, ദാ ഞാൻ വരുന്നു. ഹലോ മാം, ഗുഡ് ഈവനിങ്. മാം, എമർജൻസി ആയിട്ടൊരു മൾട്ടിപ്പേഷ്യൻ വന്നിട്ടുണ്ട്. ഹീറ്റ്സിൻ്റെ ഡയലേഷൻ കാണിച്ചിട്ടുണ്ട്. ഓൺകോ ഡോക്ടർ എമർജൻസി CC കയറിയിരിക്കണം. എന്തായി ചേച്ചി? ഡോക്ടറിന് എത്താൻ പറ്റില്ല ആൻസി. ഇത് നമ്മൾ എന്ത് ചെയ്യും? നഴ്സുമാരല്ലേ, നമുക്ക് നോക്കാം. ഒരു എമർജൻസി കേസ് വരുന്ന എല്ലാവരും റെഡി ആയിക്കോ. എമർജൻസിയാണ്. പേഷ്യന്റ് പേര് 5, 36 മൾട്ടിയാണ്. നല്ല പെയിനും കൺട്രാക്ഷൻ ഉണ്ട്. വേറെ ഒന്നുമില്ലല്ലോ? വേറെ പ്രത്യേകിച്ച് ശരി. ചേച്ചി, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് ചേച്ചി. അഞ്ച് പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. അഞ്ചു, പെയിൻ വരുമ്പോ പുഷ് ചെയ്യാ. അങ്ങനെ തന്നെ പെയിൻ വരുമ്പോ പുഷ് ചെയ്യും. ശ്വാസം എടുത്ത് പുഷ് ചെയ്തേ. ശ്വാസം എടുത്ത് പുഷ് ചെയ്യും. നല്ല കൺട്രാക്ഷൻ ഉണ്ട്. അഞ്ചു, ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. വേദന വരുമ്പോൾ മാത്രം പുഷ് ചെയ്യുക. റിലാക്സ് ആയിട്ട് കിടക്കുക. ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. ഓക്കെ? അങ്ങനെ തന്നെ അഞ്ചു, പുഷ് ചെയ്യാ. അഞ്ചു, പെയിൻ വരുമ്പോ പുഷ് ചെയ്തേ. ശ്വാസം എടുത്ത് പുഷ് ചെയ്തേ. അങ്ങനെ തന്നെ. എനിക്ക് പറ്റുന്നില്ല. അഞ്ചു, പറ്റും. പുഷ് ചെയ്യും. പെയിൻ വരുമ്പോ പുഷ് ചെയ്യും. പെയിൻ വരുമ്പോ പുഷ് ചെയ്യാം. അഞ്ചു, 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 അഞ്ചു. ചേച്ചി, പേഷ്യന്റ് എക്സോസ്റ്റ് ആയി. എത്രയും പെട്ടെന്ന് FHR നോക്ക്.
ചേച്ചി FSRല് വേരിയേഷൻ ഉണ്ട്. ഇനി വെയിറ്റ് ചെയ്യണ്ട. ലിയ എത്ര പെട്ടെന്ന് വാക്യൂം റെഡിയാക്കും. ചേച്ചി പ്രഷർ സെറ്റ് ആക്കിക്കും. ലിയ 100 പ്രഷർ കൊടുത്തു. ബേബി ഡെലിവേർഡ് ആയി 9:26. ചേച്ചി കൊച്ചു കരയുന്നില്ല. നോക്കിക്കോ, CPR കൊടുക്ക്. ചേച്ചി കൊച്ചിന്റെ റെസ്പോൺസ് ഇല്ല. അഖില ബാക്കി നോക്ക്. മാതാവേ, കൊച്ചിനെ കൈവിടല്ലേ. ഹലോ മാം, ഞാൻ അഹനയാണ്. കേസ് കഴിഞ്ഞു മാം. കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. ആൺകുട്ടിയാ. ഓക്കെ മാം, താങ്ക് യു മാം. അഞ്ജുന്റെ ഹസ്ബൻഡ്. കൺഗ്രാറ്റുലേഷൻസ്. 5 പ്രസവിച്ചു. ആൺകുട്ടിയാ. കുഞ്ഞിനെ കുറച്ചു നേരം കൂടെ മോണിറ്റർ ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. ടെൻഷൻ ഒന്നും എടുക്കണ്ട. സിസ്റ്ററെ, ആ ഡോക്ടർ എന്ത് ചെയ്യും? പ്രളയമൊക്കെ അല്ലേ, ഡോക്ടർ ബ്ലോക്കിൽ പെട്ട് കിടക്കുക. ഞങ്ങളൊക്കെ ഇല്ലേ. അപ്പ ഈ നഴ്സേച്ചാണ് നമ്മളെ അമ്മേനെ രക്ഷിച്ച്. അമ്മേനെ മാത്രല്ല നമ്മുടെ മോനെ രക്ഷിച്ചു. ഞാനും പഠിച്ചത് പോലെ ഒരു നേഴ്സാണ്. ഞാൻ അന്ന് തീരുമാനിച്ചതാ നേഴ്സാണ്. ഞാനും ഇനി നന്നായി പഠിക്കാൻ പോവാ. നീ എന്തിവിടെ നോക്കണേ? അല്ല വല്ല കാക്കയോ മലന്ന് പറക്കണ്ടാന്ന് നോക്കണേ. എന്റെ പൊന്നു കൃഷ്ണൻ, നിന്റെ ചളിക്ക് പണ്ടത്തെ വരെ നിലവാരമൊന്നും ഇല്ല. നിന്റെ കൂടെ എല്ലാം ഇറക്കണം. ഇതൊക്കെ പ്രതീക്ഷ മതി. എടി അനു, നീ ശരിക്കും പറഞ്ഞാണോ നന്നാവാൻ പോവാന്ന്? ആ അതെടി. എന്നാ നമുക്ക് നാളെ അസൈൻമെന്റ് ഒക്കെ എഴുതി വെക്കാല്ലേ? വെക്കണം. ഓരോ ദിവസവും ഒരു പുതിയ കഥയുടെ തുടക്കമാണ്. വേദനയും പ്രതീക്ഷയും കൂടിച്ചേരുന്ന ഒരിടത്ത്, അവിടെ ഒരമ്മയുടെ കരച്ചിലും ഒരു കുഞ്ഞിന്റെ ആദ്യ ശ്വാസത്തിനായുള്ള കാത്തിരിപ്പ്. ഇവയുടെ ഇടയിൽ അവൾ നിൽക്കുന്നു. ഒരു നഴ്സായല്ല, ഒരു മിഡ്വൈഫായി. തളർന്ന കണ്ണുകളോടെ, എന്നാലും ഉറച്ച മനസ്സോടെ. കാരണം അവൾക്കറിയാം, ഈ വേദനയുടെ അറ്റത്ത് ഒരു ജീവിതം തുടങ്ങാനിരിക്കുകയാണ്. ആ നിമിഷത്തിൽ വേദന പരമാവധി ആയപ്പോൾ അവളുടെ കൈകൾ ആശ്വാസമായി മാറും. ഭയം നിറഞ്ഞ കണ്ണുകളിൽ അവളുടെ വാക്കുകൾ ധൈര്യമായി മാറും. ഒരു കുഞ്ഞ് ഈ ലോകം കാണുമ്പോൾ അവൾ അതിന്റെ ആദ്യ സാക്ഷിയാകും. അവിടെ അവളൊരു സഹായല്ല, ഒരു വഴികാട്ടിയാണ്. ഒരു ജീവിതത്തിന്റെ ആരംഭം കൈകാര്യം ചെയ്യുന്ന ഒരാൾ. ഇന്ന് ഇടനാഴിയിലൂടെ അവൾ നടക്കുമ്പോൾ അതൊരു സാധാരണ നടപ്പല്ല. അത് അനവധി ജന്മങ്ങളുടെ സാക്ഷി, അനവധി അമ്മമാരുടെ നന്ദി. അവൾ ഒരു മിഡ്വൈഫ് മാത്രമല്ല, അവൾ ജീവിതം ആരംഭിക്കുന്ന നിമിഷത്തിന്റെ കാവൽക്കാരി.